തുടർച്ചയായി നടക്കുന്ന റാഗിങ്ങുകൾ ഉൾപ്പെടെയുള്ള അതിക്രമങ്ങളെല്ലാം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് നടത്തുന്നത് എന്ന ശക്തമായ ആരോപണങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഉയർന്നിരുന്നത്. ഈ ആരോപണങ്ങൾക്ക് പിന്നിലും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന പിരിച്ചുവിടണമെന്ന ആവശ്യത്തിന് പിന്നിലും കോൺഗ്രസ് നേതൃത്വം തന്നെയായിരുന്നു. എന്നാൽ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന അതിക്രമങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് കോൺഗ്രസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSU നടത്തുന്ന പല അതിക്രമങ്ങളും പലപ്പോഴായി SFI പ്രസ്ഥാനത്തിന്റെ തലയിൽ വെച്ചുകെട്ടി രക്ഷപ്പെടാനുള്ള ഗൂഢതന്ത്രവും ഈ കൂട്ടർ നടത്താറുണ്ട്. ഇപ്പോൾ പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ KSUവിന്റെ അഴിഞ്ഞാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SFI യൂണിയൻ നേതൃത്വം നൽകുന്ന ക്യാമ്പസുകളിൽ നിന്ന് എത്തുന്നവർക്കെതിരെയാണ് KSU സംഘം അക്രമം അഴിച്ചുവിടുന്നത്. ഇന്റർസോൺ കലോത്സവത്തിന്റെ ആദ്യ ദിവസം തന്നെ ഭക്ഷണം കഴിക്കാനെത്തിയ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ യൂണിയൻ ഭാരവാഹികളെ കലോത്സവത്തിന്റെ ഭക്ഷണശാലയ്ക്ക് സമീപം വെച്ച് KSU നേതാക്കന്മാർ ആക്രമിക്കുകയുണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച ഗ്രീൻ റൂമിൽ അതിക്രമിച്ചു കയറി ഹാസിഫ് എന്ന വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും SFI പ്രവർത്തകരായ വിദ്യാർത്ഥികൾ കലോത്സവ നഗരിയിൽ എത്തിച്ചേർന്നാൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്റർസോൺ കലോത്സവത്തിൽ സംഘർഷങ്ങൾ തുടർക്കഥയാവുമ്പോൾ സ്കിറ്റ് മത്സരം നടക്കുന്ന വേദി 4-ൽ മത്സരത്തിന് തയ്യാറെടുക്കുകയായിരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളെയും യൂണിയൻ ഭാരവാഹികളെയും മർദ്ദിക്കുകയും ഉണ്ടായി. താനൂർ ഗവൺമെന്റ് കോളേജിലെ UUC മുഹമ്മദ് സനദിനും മാരകമായി മർദ്ദനമേറ്റു. സംഭവം അറിഞ്ഞ് ക്യാമ്പസിലെത്തിയ SFI ജില്ലാ സെക്രട്ടറി ആദിൽ, സംസ്ഥാന സെക്രട്ടറി അംഗം M സുജിൻ എന്നിവരെയും MSF അക്രമി സംഘം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സംഘർഷം നിലനിൽക്കുന്നതിനാൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മുതിർന്ന നേതാക്കന്മാരുടെ പിൻബലത്തോടെ എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യമാണ് ഇത്തരം അതിക്രമങ്ങൾക്ക് പിന്നിൽ. വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ നടക്കുന്ന എന്ത് സംഘടനവും SFI പ്രസ്ഥാനത്തിന്റെ തലയിൽ വെച്ചുകെട്ടി രക്ഷപ്പെടുന്നതുകൊണ്ടും KSU കാലാകാലങ്ങളായി നടത്തിവരുന്ന അതിക്രമങ്ങൾ ശക്തരായ നേതാക്കന്മാർ മൂടിവെക്കുന്നതുകൊണ്ടും പലപ്പോഴും ഇത് പുറം ലോകം അറിയുന്നില്ല. പല ക്യാമ്പസുകളിലും അധികാരം കിട്ടാത്തതിന്റെ അരിശം കൂടി ഇത്തരം കലോത്സവ വേദികളിലാണ് KSU തീർക്കുന്നത്. സഹപാഠികളെ കൊല ചെയ്യുന്നതും കൊല്ലാക്കൊല ചെയ്യുന്നതും SFIയുടെ മൃഗീയ വിനോദമായ സാഹചര്യത്തിൽ സംഘടനയെ അടിയന്തരമായി പിരിച്ചുവിടണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ശക്തമായി വാദിച്ചിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ സ്വന്തം അണികൾ ചെയ്തു കൂട്ടുന്ന അതിക്രമത്തിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മൗനമാണ് ഉത്തരം. വിദ്യാർത്ഥികളുടെ കലാവാസനകൾ പൂത്തുലയുന്ന കലോത്സവ വേദികളെ കുരുതിക്കളമാക്കാൻ KSU കച്ചകെട്ടി പുറപ്പെടുമ്പോൾ ഒരു സംഘടനയിൽ അംഗമായ 1-2 പേർ ചേർന്ന് ചെയ്ത കുറ്റത്തിന് ഒരു കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ മൊത്തം പിരിച്ചുവിടണമെന്ന് പറഞ്ഞ സുധാകരനും ഇപ്പോൾ ഉത്തരമില്ലാത്ത മട്ടാണ്. കാലാകാലങ്ങളായി ക്യാമ്പസുകളിലും കലോത്സവ വേദികളിലും KSU നടത്തിവരുന്ന പല അതിക്രമങ്ങളെയും എതിർക്കുന്നതിന്റെ പേരിൽ ആ അക്രമങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവൻ SFI പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. 2 ആഴ്ച മുന്നെയാണ് കേരളവർമ്മ കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറിയെ KSU പ്രവർത്തകൻ ഇരുമ്പ് വടിയെടുത്ത് ആക്രമിച്ചത്. എന്നാൽ അത് മാധ്യമങ്ങൾ പോലും പുറത്തുവിടാതെ മൂടിവെക്കുകയാണ് ചെയ്തത്. SFI പ്രസ്ഥാനത്തെ മനഃപൂർവ്വം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കലാലയങ്ങളിൽ KSUവിന് വളരാനുള്ള മണ്ണും വളവും ഒരുക്കാനുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു ഗൂഢതന്ത്രവും വിലപ്പോവില്ല. നാഥനില്ലാ കളരിയായി മാറിയ കോൺഗ്രസിന്റെ കഴിവുകേട് തന്നെ കുട്ടി ഗുണ്ടാ നേതാക്കന്മാരിലും പ്രതിഫലിക്കുമെന്ന് ചിന്താശേഷിയുള്ള വിദ്യാർത്ഥി സമൂഹത്തിന് നല്ല ധാരണയുണ്ട്.